നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആരാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഇൻകം ഉള്ള ഒരു വിഭാഗം, ഇന്ത്യയിലെ എല്ലാ പോപ്പുലേഷൻ മുഴുവൻ ഒരിക്കലും ഇൻകം ടാക്സിന് അണ്ടറിൽ വരുന്നില്ല. ഒരു നിശ്ചിത പരിധിക്ക് മുകളിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇൻകം റിസീവ് ചെയ്യുന്നവരാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത്. അപ്പൊ ആരൊക്കെയാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് ഇൻഡിവിജ്വൽസ് അല്ലാത്ത എല്ലാ പാൻ ഹോൾഡേഴ്സും നിർബന്ധമായിട്ടും എല്ലാ വർഷവും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അപ്പൊ അതിൽ വരുന്ന ആളുകളാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്, പാർട്ട്ണർഷിപ്പ് ഫേംസ്, LLPs, അതേപോലെ ട്രസ്റ്റുകൾ, സൊസൈറ്റികൾ. ഇത്തരം കാറ്റഗറിയിൽ വരുന്ന എല്ലാ പാൻ കാർഡ് ഹോൾഡേഴ്സും എല്ലാ വർഷവും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഇൻകം നിർബന്ധമായിട്ടും അവരെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. ഇനി ഈ വെബിനാറിൽ ജോയിൻ ചെയ്തിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഇൻഡിവിജ്വൽ കാറ്റഗറിയിലായിരിക്കും എന്നുള്ള അസംഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന ആളുകൾക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റിന് മുകളിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട റിക്വയർമെന്റ് വരുന്നത്. അപ്പൊ എത്രയാണ് ഇന്ത്യയിലെ ബേസിക് എക്സംഷൻ ലിമിറ്റ് നമുക്ക് നോക്കാം. നിലവിൽ ഇന്ത്യയിൽ 2 റെജീമിലാണ് നമ്മൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്നിനെ നമ്മൾ ഓൾഡ് റെജീം എന്നും പുതിയതായിട്ട് വന്നതായതുകൊണ്ട് മറ്റൊന്നിനെ നമ്മൾ ന്യൂ റെജീം എന്നാണ് നമ്മൾ നോർമലി വിളിക്കുന്നത്. ഓൾഡ് റെജീം ഒരുപക്ഷെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു പാറ്റേൺ ആയിരിക്കും. നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടെത്തുകയും അതിനകത്ത് നിന്നും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകളും നമ്മുടെ എക്സ്പെൻസുകളും നമ്മുടെ ചില തരത്തിലുള്ള ഇൻകംസ് എക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള നെറ്റ് ടാക്സിന്റെ മുകളിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്നതിനാണ് നമ്മൾ ഓൾഡ് റെജീം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേസമയം ഈ ഒരുപാട് ഡിഡക്ഷൻസ് ഒഴിവാക്കിക്കൊണ്ടുള്ള, അതുകൊണ്ട് തന്നെ ഈ ഡിഡക്ഷൻസ് ഒഴിവാക്കിക്കൊണ്ടുള്ള ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് മുകളിൽ തന്നെ കുറച്ചും കൂടെ ലോവർ ആയിട്ടുള്ള ഇൻകം ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ന്യൂ റെജീം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾഡ് റെജീമിൽ 2.5 ലക്ഷമാണ് സാധാരണ നമ്മൾ എക്സംഷൻ ലിമിറ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. നോർമൽ 60 വയസ്സിന് താഴെയുള്ളവർക്ക്, 60 വയസ്സിനും 80 വയസ്സിനിടയിലുള്ളവർക്ക് 3 ലക്ഷവും 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 5 ലക്ഷമാണ്. ഇത് ഏറെക്കുറെ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഇതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതേസമയം ന്യൂ റെജീം എന്ന് പറയുന്ന ഒരു പുതിയ സിസ്റ്റം കേന്ദ്ര ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിനകത്ത് 4 ലക്ഷം രൂപയാണ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഡിഡക്ഷൻസ് 2 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾ എക്സംഷൻ ലിമിറ്റിന് താഴെയാണ്, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല. അതിന് കുറച്ച് കാർവ് ഔട്ടുകൾ ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം വിത്തൗട്ട് എനി ഡിഡക്ഷൻസ് 4 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല. എങ്കിലും അതിന് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എക്സംഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ തന്നെ 50 ലാക്സ് റുപ്പീസിന്, അത് 50 ലക്ഷം രൂപയോളം നമ്മുടെ ബാങ്കിൽ നമ്മൾ ഏതെങ്കിലും സമയത്ത് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഇറസ്പെക്റ്റീവ് ഓഫ് 50 ലക്ഷം രൂപ ഒരിക്കലും നമ്മളുടെ ഇൻകം ആവണമെന്നില്ല. മേ ബി നമ്മുടെ എന്തെങ്കിലും അസറ്റ് വിറ്റ് ഉള്ള പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ പഴയ വർഷങ്ങളിലെ ഇൻകം നമ്മൾ ഒരുമിച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള എക്സംഷൻസിനൊക്കെ സാധ്യതയുണ്ട്. എങ്കിൽ പോലും 50 ലക്ഷം രൂപയിൽ കൂടുതൽ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷം രൂപയിൽ കൂടുതൽ നമ്മൾ ഒരു വർഷം പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ 2 ലക്ഷം രൂപയിൽ കൂടുതൽ നമ്മൾ ഫോറിൻ ട്രാവലിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഇന്ത്യയിൽ ഫയൽ ചെയ്യേണ്ടതാണ്. അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്? നോർമലി ഇന്ത്യയിൽ ഇൻകം ഉണ്ടായിരിക്കെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടുള്ള എക്സംപ്റ്റ് ഇൻകം ലഭിക്കുന്നവരുണ്ടായിരിക്കാം. അതേപോലെ തന്നെ NRIs ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഇത്തരം ആളുകൾക്ക് ഇന്ത്യയിൽ ടാക്സബിൾ ഇൻകം ഉണ്ടായിരിക്കില്ല. എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമാണ്, ആരാണ് NRI എന്നുള്ളത്? NRI എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ റിസൈഡ് ചെയ്യാത്ത ആളുകൾ. നമ്മളൊരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ എടുക്കുകയാണെങ്കിൽ ഒരു ഫോറിനർ ആയിട്ടുള്ള ആൾ, ഫോറിൻ പാസ്പോർട്ടുള്ള ആളാണെങ്കിൽ പോലും അവർ ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്നില്ലെങ്കിൽ, 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിക്കുന്നില്ല എങ്കിൽ അവരും ഇൻകം ടാക്സിന്റെ ആംഗിളിൽ NRI എന്നുള്ള കാറ്റഗറി തന്നെയാണ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സിറ്റിസൺഷിപ്പും ടാക്സ് റെസിഡൻസ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. രണ്ടും 2 കാര്യങ്ങൾ തന്നെയാണ്. NRI എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ താമസിക്കാത്ത 182 ദിവസത്തിൽ കൂടുതൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിൽ താമസിക്കാത്ത ആളുകളെയാണ് നമ്മൾ NRI എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഫോറിൻ നാഷണൽസ് ഉണ്ടാവാം, അതേപോലെ ഇന്ത്യൻസ് ആയിട്ടുള്ള ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ഇന്ത്യ, പക്ഷെ നമ്മൾ പ്രവാസികൾ എന്ന് വിളിക്കുന്ന പ്രവാസികളായിട്ട് പോകുന്നവരും NRI എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അവർക്ക് ഇന്ത്യയിൽ ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിലാണ് അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ കണ്ടീഷൻസും കൂടി അവർക്കും ബാധകമാണ്. അതേസമയം അതിൽ കൂടാതെ ഇന്ത്യയിൽ തന്നെ മറ്റുള്ള രീതിയിലുള്ള ബിസിനസ് ചെയ്തിട്ടുള്ള ഇൻകമോ അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി,
അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബാങ്കിൽ ഇൻട്രസ്റ്റ്, ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ വരുന്ന ഇൻകം വരുന്ന NRIസും ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. ഒരാൾ NRI ആവുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന എക്സംഷൻ എന്ന് പറയുന്നത് അവരുടെ ഗ്ലോബൽ ഇൻകം ഇന്ത്യയിൽ ടാക്സ് ചെയ്യില്ല എന്നുള്ളത് മാത്രമാണ്. അതായത് ഇന്ത്യയിലുള്ള ഒരു വ്യക്തി ഇന്ത്യയിൽ താമസിക്കുന്നില്ല, പക്ഷെ അതേസമയം അവർ ദുബായിലോ അല്ലെങ്കിൽ UK-ലോ USA-ലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെ നിന്ന് സാലറി കിട്ടുന്നു. ആ സാലറി ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം അല്ല. അപ്പൊ അതുകൊണ്ട് അവർ ഇന്ത്യയിൽ താമസിക്കുന്നില്ലെങ്കിൽ അവരുടെ ഗ്ലോബൽ ഇൻകം എക്സംപ്റ്റ് ആണ്. USA-ൽ നിന്നോ അല്ലെങ്കിൽ UAE-ൽ നിന്നോ കിട്ടുന്ന സാലറിക്ക് അവർ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട റിക്വയർമെന്റ് വരുന്നില്ല. അതേസമയം ഇതിന് രണ്ട് വശമുണ്ട്. ഇതേ NRI ആയിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾക്ക് വിദേശത്ത് നിന്ന് ഇൻകം ലഭിക്കുന്നുണ്ടെങ്കിലും അവർ ഇന്ത്യയിൽ 182 ദിവസത്തിൽ കൂടുതൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇൻകം ടാക്സ് അടയ്ക്കാനായിട്ട് അവരും ബാധ്യസ്ഥരാണ്. ഇപ്പൊ ഒരുപാട് പേര് വർക്ക് ഫ്രം ഹോം ഫ്രീലാൻസിങ് എല്ലാം ആയിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് USA-ൽ നിന്ന് ഫ്രാൻസിൽ നിന്നെല്ലാം ഫ്രീലാൻസിങ് വർക്കുകൾ ചെയ്തു കൊടുത്ത് അവിടെ നിന്ന് ഡോളറിലും അല്ലെങ്കിൽ യൂറോയിലും ഒക്കെ സാലറി വാങ്ങുന്ന അല്ലെങ്കിൽ ഫ്രീലാൻസ് ഇൻകം വാങ്ങുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഇവർക്കെല്ലാം ഫോറിൻ സോഴ്സിൽ നിന്ന് ഒരു ഇൻകം വരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിൽ ടാക്സിബിലിറ്റി ഒഴിവാകുന്നില്ല. അവർ ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായി ടാക്സ് അടയ്ക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ ചില കണ്ടീഷൻസ് പറഞ്ഞു, 2 lakh rupees കൂടുതൽ ഫോറിൻ ട്രാവൽ സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 1 lakh കൂടുതൽ ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാം. അതേപോലെ തന്നെ 25,000 rupees കൂടുതൽ നമുക്ക് TDS നമ്മുടെ പേരിൽ നിന്ന് എന്തെങ്കിലും കാരണവശാൽ ഡിഡക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും ഇന്ത്യയിൽ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അവർ 60 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ അവർക്ക് 50,000 രൂപയാണ് TDS ലിമിറ്റ് ആയിട്ട് പറയുന്നത്. ഇത്തരം ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം, അവര് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ടായിരിക്കും. ഇൻട്രസ്റ്റ് ലഭിക്കുന്നതിനകത്തുനിന്ന് ഡിഡക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് TDS 25,000 രൂപയിൽ കൂടുതലാണെങ്കിൽ അവർക്കും നമ്മൾ ഇന്ത്യയിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട നിർബന്ധമാണ്. റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ടാക്സ് അടയ്ക്കേണ്ടതും രണ്ട് കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ പ്രൊഫഷണൽ ഇൻകം കിട്ടുന്നു, അതൊരു ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാം, അഡ്വക്കേറ്റ്സ് ആവാം. 10 ലക്ഷം രൂപയിൽ കൂടുതൽ അവർക്ക് ഒരു ഫൈനാൻഷ്യൽ ഗ്രോസ് റെസീറ്റ്സ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവരും, അതേസമയം തന്നെ 60 ലക്ഷം രൂപയിൽ കൂടുതൽ ബിസിനസ് ടേൺ ഓവർ ആയിട്ട് ലഭിക്കുന്നവരും ഇന്ത്യയിൽ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു 4 ലക്ഷം രൂപയിൽ കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കാത്തവർക്ക് റിട്ടേൺ ഫയൽ, അല്ലെങ്കിൽ ഇൻകം ഇല്ലാത്തവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നതും നമ്മുടെ സ്ഥാപനത്തിന്റെ വിറ്റുവരവ് അല്ലെങ്കിൽ ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നതും രണ്ട് ആംഗിളിലുള്ള കാര്യങ്ങളാണ്. 60 ലക്ഷം രൂപയിൽ കൂടുതൽ സെയിൽസ് ഉള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഗ്രോസ് റെസീറ്റ്സ് ഉള്ള ഒരു പ്രൊഫഷണൽ, അവർക്ക് ഈ പറയുന്ന കാറ്റഗറിയിൽ പ്രോഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ പോലും അവരും നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് മാൻഡേറ്ററി ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി മാൻഡേറ്ററി അല്ലാതെയും നമുക്ക് വോളണ്ടറി ബേസിസിൽ റിട്ടേൺ ഫയൽ ചെയ്യാം. അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് നാളെ ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചില ഫോറിൻ കൺട്രീസിലേക്ക് നമുക്ക് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടെല്ലാം നമുക്ക് ഈ റിട്ടേൺ ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒരു വർഷം നമുക്ക് ഇൻകം ഇല്ല, പക്ഷെ ആ വർഷം നമുക്കൊരു ലോസ് ഉണ്ടായിട്ടുണ്ട്, ഇത് ബിസിനസ് ലോസ് ആവാം, അല്ലെങ്കിൽ നമ്മളൊരു ക്യാപിറ്റൽ ഗെയിൻ സെല് ചെയ്തതിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു ജെനുവൻ ലോസ് ആവാം. ഇത്തരം ലോസ് അടുത്ത വർഷത്തെ പ്രോഫിറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള നമുക്കൊരു പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ലോസ് ഉണ്ടായ വർഷം ബിഫോർ ഡ്യൂ ഡേറ്റ് നമ്മൾ നിശ്ചയമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇൻകം ബ്രാക്കറ്റിൽ നമ്മൾ വരുന്നില്ലെങ്കിൽ പോലും നമുക്ക് TDS റീഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. അതായത് പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ്, ഫോർ NRI ആയിട്ടുള്ള ഒരാളായിരിക്കും, അവർക്ക് ഇന്ത്യയിൽ ടാക്സ് ഇൻകം ഉണ്ടായിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാധാരണ വീട്ടമ്മയോ അല്ലെങ്കിൽ മറ്റ് സാധാരണ ഇൻകം ഇല്ലാത്ത അഗ്രികൾച്ചർ ചെയ്യുന്ന ഒരാളായിരിക്കും, ടാക്സ് ഇൻകം ഇല്ലാത്ത ആളായിരിക്കും. പക്ഷെ അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ അവരുടെ ബാങ്ക് ഇൻട്രസ്റ്റിൽ നിന്ന് TDS കട്ട് ചെയ്യുകയും, അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് അവരൊരു 10 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള ഒരു കാർ വാങ്ങുകയാണെങ്കിൽ അതിന്റെ 1% ഓഫ് ഇൻവോയ്സ് വാല്യൂ ടാക്സ് കളക്ടർ അറ്റ് സോഴ്സ് TCS ആയിട്ട് ഷോറൂം നമ്മുടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്തരം എമൗണ്ടുകൾ റീഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അത് വോളണ്ടറി ആണ്, പക്ഷേ 25,000 രൂപയിൽ കൂടുതൽ ആ റീഫണ്ട് എമൗണ്ട് അല്ലെങ്കിൽ TCS എമൗണ്ട് എക്സീഡ് ചെയ്യുകയാണ് നിർബന്ധമായിട്ടും. അതിന് താഴെയാണെങ്കിൽ ഈ റീഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വോളണ്ടറി ആയിട്ടും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയും, അതായത് സൊമാറ്റോ, ആമസോൺ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡെലിവറി പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്ന പാർട്ട്ണർ ബേസിൽ, യൂബർ പോലെയുള്ള പാർട്ട്ണർ ബേസിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് കോൺട്രാക്ട് ബേസിസിൽ TDS കട്ട് ചെയ്തിട്ടായിരിക്കും അവർക്ക് അവരുടെ റവന്യൂ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പൊ ആ TDSഉം വാർഷികാടിസ്ഥാനത്തിൽ അവർക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റീഫണ്ട് ലഭിക്കുന്നതിനും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആരൊക്കെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത്
എത്രയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിൽ ഈ വർഷം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇത് കഴിഞ്ഞ വർഷം 2026 മാർച്ചിൽ അവസാനിച്ചിട്ടുള്ള സാമ്പത്തിക വർഷം അപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് റേറ്റ്സ് അനുസരിച്ച് ഞാൻ ന്യൂ റെജീമിന്റെ കാൽക്കുലേഷൻസ് ആണ് കൂടുതലും പറയുന്നത്. കാരണം മെജോറിറ്റി നമ്മൾ ഫയൽ ചെയ്യുന്നത് ന്യൂ റെജീമിലായിരിക്കും. അത് ഏതെങ്കിലും ആളുകൾക്ക് ഓൾഡ് റെജീമിലെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. 12.25 ലക്ഷം രൂപയോളം സാലറി കിട്ടുന്ന ഒരാൾക്ക് ഇന്ത്യയിൽ നിലവിൽ മറ്റ് കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന പക്ഷം അവർക്ക് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അതേസമയം 4 ലക്ഷം രൂപ കഴിയുമ്പോൾ തന്നെ ബേസിക് എക്സംഷൻ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് നിശ്ചയമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. അതേസമയം 12.25 ലക്ഷം രൂപ വരെയുള്ള സാലറിക്ക് നിലവിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല. ഈ 12.25 ലക്ഷം എന്ന് പറയുന്നത് 12.75 lakhs. അതിനകത്ത് 75,000 സാലറി കിട്ടുന്ന എല്ലാ ആളുകൾക്കും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട്, കാരണം സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അവർക്ക് വരുന്ന ട്രാൻസ്പോർട്ട് എക്സ്പെൻസ്, അവർക്ക് വരുന്ന ബ്രോഡ്ബാൻഡ് എക്സ്പെൻസ്, അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിന്റെ ഫുഡ് എക്സ്പെൻസ്, അല്ലെങ്കിൽ അവരുടെ വെഹിക്കിളിന്റെ ഡിപ്രിസിയേഷൻ, ഇങ്ങനെ ഒരുപാട് ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ എക്സ്പെൻസുകൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് സാധാരണഗതിയിൽ നെറ്റ് ഇൻകത്തിന് മുകളിലാണ് അവർ സാധാരണ ടാക്സ് അടയ്ക്കുന്നത്. അതേസമയം സാലറീഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അൺലെസ് ആൻഡ് അതർവൈസ് അവരുടെ എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യാത്ത ഇൻകം എക്സ്പെൻസുകളെല്ലാം തന്നെ അവരുടെ സാലറിയിൽ നിന്നാണ് ഡിഡക്റ്റ് ആയി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം കേസുകളെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സെയിം പ്ലേയിങ് ഫീൽഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 75,000 റുപ്പീസ് ഒരു വർഷത്തേക്ക് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നുള്ള രീതിയിൽ ന്യൂ റെജീമിൽ ഫയൽ ചെയ്യുന്ന സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 12.75 lakhs എന്ന് 75,000 റെഡ്യൂസ് ചെയ്യുന്ന നെറ്റ് 12 lakhs റുപ്പീസ് ആണ് ജനറലി നമ്മൾ ടാക്സ് എക്സംപ്റ്റഡ് ഫിഗർ ആയിട്ട് സാലറി ക്ലാസ്സിൽ പറയുന്നത്. ഇതേ 12 lakhs തന്നെയാണ് ബിസിനസ് ചെയ്യുന്ന പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കും, ഇൻഡിവിജ്വൽ ആയിട്ട് ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കും, പ്രൊഫഷണൽസിനും, അതേപോലെ തന്നെ അതർ സോഴ്സസ് ആയിട്ടുള്ള ബാങ്ക് ഇൻട്രസ്റ്റ്, അതേപോലെ ഡൊമസ്റ്റിക് കമ്പനീസിന്റെ ഡിവിഡൻഡ്, ഇത്തരത്തിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഈ 12 lakhs എന്ന് പറയുന്ന ലിമിറ്റ് അപ്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെ റെന്റൽ ഇൻകം കിട്ടുന്നവർ, റെന്റലിന്റെ കേസിൽ നമുക്ക് 12 lakhsന് മുകളിൽ ഒരു 17 lakhs വരെ നമുക്ക് ലിമിറ്റ് കിട്ടും. കാരണം റെന്റ് വാങ്ങിക്കുന്നതിനകത്ത് 30%ഓളം റെന്റിന്റെ ടോട്ടൽ റെന്റിന്റെ 30%ഓളം അവിടെയും നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ബിൽഡിങ്ങിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ടും ഡിപ്പാർട്ട്മെന്റ് സ്റ്റാൻഡേർഡ് ആയിട്ടും വിത്തൗട്ട് എനി എക്സ്പെൻസ് പ്രൂഫ് നമുക്ക് അത് അലോ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 17 lakhs വരെ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ റെന്റൽ ഇൻകം മാത്രമായിട്ട് കിട്ടുന്നവർക്ക് ഈ 70% എടുക്കുമ്പോൾ 12 lakhsന് താഴെ വരുള്ളൂ. അപ്പൊ അത്തരത്തിൽ അവർക്കും 12 lakhs വരെയും ടാക്സ് എക്സംപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ റീസെന്റ് ആണ് 12 lakhs വരെ ലിമിറ്റ് കൂട്ടിയത്. ഒരുപാട് വർഷം മുൻപ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് അറിയാം, ഒരു 2.53 lakhsന് അല്ലെങ്കിൽ 5 lakhs ഒക്കെ ആയിരുന്നു ലിമിറ്റ് ഉണ്ടായിരുന്നു. 12 lakhs വരെ ആകുമ്പോൾ മന്ത്ലി 1 lakh വരെ ഇൻകം ഏൺ ചെയ്യുന്നവർക്ക് നിലവിൽ ഇൻകം ടാക്സ് പേയ്മെന്റിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. അതേസമയം തീർച്ചയായിട്ടും 4 ലക്ഷം രൂപ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. ഇനി ഇൻകം ടാക്സ് റേറ്റുകളിലേക്ക് വരാം. നോർമലി 0 to 4 lakhs വരെ 0%, 4 lakhs to 8 lakhs 5%, 8 lakhs to 12 lakhs 10%, അതിന് മുകളിലേക്ക് 15-20 എന്നുള്ള രീതിയിലാണ് ടാക്സ് റേറ്റുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നാം, 12 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് എക്സംപ്റ്റ് ആണെന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ 0 മുതൽ 4 വരെ, അല്ലെങ്കിൽ 4 മുതൽ 8 വരെ, 8 മുതൽ 12 വരെ, ഇങ്ങനെ 3 സ്ലാബ് എന്നുള്ളൊരു ഡൗട്ട് ബിഗിനേഴ്സിന് തോന്നാൻ സാധ്യത. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 12 ലക്ഷം വരെയുള്ള ഇൻകത്തില് ഒറിജിനലി സ്പീക്കിംഗ് 60,000 റുപ്പീസോളം, 60,000 രൂപയോളം അതിനകത്ത് നമുക്ക് ടാക്സ് വരുന്നുണ്ട്. പക്ഷെ അത്രയും രൂപ വരെയുള്ള ടാക്സ് 12 ലക്ഷം രൂപ വരെ ഇൻകം കിട്ടുന്നവർക്ക് ഗവൺമെന്റ് റിബേറ്റ് കൊടുക്കണം. ഒരു ഡിസ്കൗണ്ടിന് പകരം നമ്മൾ ഗാദി ഇതിലൊക്കെ റിബേറ്റ് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഗവൺമെന്റ് സൈഡിൽ നിന്ന് കൊടുക്കുന്ന ഡിസ്കൗണ്ടിനാണ് റിബേറ്റ് എന്ന് പറയുന്നത്. ഈ റിബേറ്റ് അനുസരിച്ചാണ് ഈ 60,000ഓളം രൂപ നമുക്ക് ഒഴിവാക്കി കിട്ടുന്നത്. അതേസമയം 13 ലക്ഷമോ 14 ലക്ഷമോ ഇൻകം റിസീവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർ 12 ലക്ഷത്തിന് മുകളിൽ ഇൻകത്തിന് മാത്രം ടാക്സ് അടച്ചാൽ പോരാ, 4 ലക്ഷത്തിന് മുകളിൽ ഇൻകം മുതൽ തന്നെ അവർ ടാക്സ് അടയ്ക്കും. അപ്പൊ അതുകൊണ്ടാണ് 12 കട്ട് ഓഫ് ഫിഗർ ആയിട്ട് വെച്ചുകൊണ്ട് 12ന് മുകളിൽ ഏൺ ചെയ്യുന്നവർക്ക് 4 ലക്ഷം രൂപ മുതലുള്ള ടാക്സ് സ്ലാബുകൾ അപ്ലിക്കബിൾ ആയിട്ട് വരും. 12 വരെ ഏൺ ചെയ്യുന്നവർക്ക് ഈ 60,000 റുപ്പീസ് റിബേറ്റ് കൊടുക്കുന്നതിലൂടെ നിൽ ടാക്സ് ആയിട്ട് നമുക്ക് മാറ്റാനും സാധിക്കും. ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ബേർഡ്സ് ഐ വ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് പോവാണ്. കാരണം 40 മിനിറ്റ് ആണ് നമ്മുടെ വെബിനാർ ഉള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വളരെ വേഗം തന്നെ കടക്കുകയാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത്, എപ്പോഴും ഇൻകം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യുന്നവരും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവരും വിട്ടുപോകുന്ന ഒരു ഭാഗമാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു അസറ്റ്
നമ്മൾ സെല് ചെയ്യുന്ന സമയത്ത് അതിന്റെ മൂല്യത്തിൽ നമുക്ക് കിട്ടുന്ന വർധനവിനെയാണ് ഇൻകം ടാക്സിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗെയിൻ പല രീതിയിൽ വരാം. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു വീടും സ്ഥലവും നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ വരാം. നമ്മുടെ കയ്യിലുള്ള ഷെയർസ് സെല് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ക്യാപിറ്റൽ ഗെയിൻ വരാം. ഷെയർസിന്റെ തന്നെ പുതിയ കാലത്തുള്ള ഫോർമാറ്റുകളായിട്ടുള്ള F&O സെയിൽസിലോ ക്രിപ്റ്റോ ട്രേഡിങ്ങിലോ അതേപോലെ NFT ട്രേഡിംഗ് ഇതിലെല്ലാം നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് ലഭിക്കാം. അതേപോലെ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള മൂല്യം വർദ്ധിക്കുന്ന ഏതൊരു അസറ്റ് സെല് ചെയ്യുമ്പോഴും. അത് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് സെല് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ അപ്ലിക്കബിൾ ആണ്. നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ആന്റിക് ആയിട്ടുള്ള, അത് മൂല്യം കൂടി വരുന്ന രീതിയിലുള്ള, അത് ആന്റിക് ജ്വല്ലറി ആവാം, അല്ലെങ്കിൽ ഒരു ആർട്ട് പീസ് ആവാം. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ അസറ്റ്സ്, ഇപ്പൊ നമ്മുടെ കാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകൾ ആയിക്കോട്ടെ, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ആയിക്കോട്ടെ, നമ്മുടെ വാച്ച് ആയിക്കോട്ടെ, ഇതിനൊന്നും സ്വാഭാവികമായിട്ടുള്ള അസറ്റ്സിന് ഒരിക്കലും വാല്യൂ കൂടാറില്ല. ഇതെല്ലാം ഡിപ്രിഷ്യബിൾ അസറ്റ്സ് ആണ്. അപ്പൊ അത്തരം കേസുകൾ നമ്മൾ സെല് ചെയ്യുമ്പോഴും നമുക്ക് അതിനകത്തൊരു വാല്യൂ അഡീഷൻ കിട്ടാത്തത് കൊണ്ട് നമുക്ക് ആ ടാക്സിബിലിറ്റി വരുന്നില്ല. അതേസമയം നമ്മുടെ പർച്ചേസ് കോസ്റ്റിനേക്കാളും ഇൻക്രീസ് ചെയ്ത് നമുക്ക് വാല്യൂ കിട്ടുന്ന അല്ലെങ്കിൽ അപ്രിഷ്യബിൾ ആയിട്ടുള്ള അസറ്റ്സ് എല്ലാം തന്നെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ അത്തരം അസറ്റ്സിന്റെ ക്യാപിറ്റൽ ഗെയിന്റെ മുകളിലും നമുക്ക് ടാക്സ് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. ഇപ്പൊ ചില NRIസിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ സാധാരണഗതിയിൽ 4 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചും ക്യാപിറ്റൽ ഗെയിൻ ഒക്കേഷണലി ഏതെങ്കിലും ഒക്കെ വർഷങ്ങളിൽ അവർക്ക് വരാൻ സാധ്യതയുണ്ട്. പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, ഒരു വർഷം റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും തുടർച്ചയായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ പാൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. ഇത് രണ്ടും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ച് ബേസിക് എക്സംഷൻ കടക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്നത്. അതേപോലെ തന്നെ ഒരു വർഷം നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ വന്നു, ആ വർഷം റിട്ടേൺ ഫയൽ ചെയ്തു, അടുത്ത വർഷം നമുക്ക് അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനില്ല, മറ്റേ ഇൻകം നമുക്ക് ബേസിക് എക്സംഷൻ ക്രോസ് ചെയ്ത് പോകുന്നില്ലെങ്കിൽ ആ വർഷം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട റിക്വയർമെന്റ് വരുന്നില്ല. അപ്പൊ തുടർച്ചയായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അതേസമയം ഒരു വർഷം നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ഇൻകം റിപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ നല്ല രീതിയിൽ സാലറി റിപ്പോർട്ട് ചെയ്തു, നെക്സ്റ്റ് വർഷം നമുക്ക് അത്രയും സാലറി അല്ലെങ്കിൽ അത്രയും ഇൻകം നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്നും ഒരു റിസ്ക് ഫ്ലാഗ് റേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത്തരം കേസുകളിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റവന്യൂ ലോസ് ഉണ്ടായേക്കാവുന്ന കേസുകളിൽ നമുക്ക് ഒരു ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ നോട്ടീസ് ആയിട്ടോ, നിങ്ങൾ ഈ വർഷം റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, നിങ്ങൾ വിട്ടുപോയതാണോ, എത്തരത്തിലുള്ള ഒരു നഡ്ജ് സ്കീമിന്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ഉണ്ടാവാം. എങ്കിലും ജെനുവൻ ആയിട്ട് നമുക്ക് ആ വർഷം റിട്ടേൺ ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിട്ടേൺ ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ വർഷം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല. നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു റിപ്ലൈ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലോസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ലോട്ടറി വിന്നിങ് പോലെയുള്ള അസറ്റ്സുകൾ, ഇത് നമുക്ക് ഇൻകംസ്, ഇത് നമുക്ക് ഒക്കേഷണലി വരുന്നതാണ്. പക്ഷെ ഒക്കേഷണലി വരുന്ന വർഷങ്ങളിൽ നിർബന്ധമായിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഒരു തെറ്റിദ്ധാരണയാണ്, നമ്മുടെ ഇൻകത്തിൽ നിന്നും TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർഷം പിന്നെ നമ്മൾ ആ ഇൻകത്തിന് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല എന്നുള്ളത്. ആക്ച്വലി TDS എന്ന് പറയുന്നത് നമ്മൾ അടയ്ക്കുന്ന ഒരു അഡ്വാൻസ് മാത്രമാണ്. ഇപ്പൊ നമ്മളൊരു സ്ഥലം വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം അഡ്വാൻസ് കൊടുക്കും, പിന്നെ അടിക്കുന്ന രജിസ്ട്രേഷൻ നടത്തുന്നുണ്ടാവും. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇയർ എൻഡിൽ അടയ്ക്കുന്ന ടാക്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്വാൻസ് മാത്രമാണ് TDS എന്ന് പറയുന്നത്. TDS ഡിഡക്ട് ചെയ്ത ഇൻകത്തിലാണെങ്കിൽ അതേപോലെ തന്നെ TDS മിക്കവാറും ഡിഡക്ട് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് പെർസെന്റേജ് വെച്ചിട്ടായിരിക്കും. പക്ഷെ നമുക്ക് അതിന് മുകളിലുള്ള ഇൻകം ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് പെർസെന്റേജ് ആയിരിക്കും. ചില സമയത്ത് അത് കുറയാറുണ്ട്, ചില സമയത്ത് കൂടാറുണ്ട്. അപ്പൊ ഡിഫറൻസ് എമൗണ്ട് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതിനോ അല്ലെങ്കിൽ എക്സസ് എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പേ ചെയ്യുന്നതിനോ നിർബന്ധമായിട്ട് നമ്മൾ റിട്ടേൺ ഫയലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ വിട്ടുപോകുന്ന ഒരു ഘടകമാണ് മ്യൂച്വൽ ഫണ്ട് റിഡംഷൻസ്. ഇപ്പൊ നമ്മുടെ സാലറി ലഭിക്കുന്ന ഒരാളായിരിക്കും, സാധാരണഗതിയിൽ ഇൻകം ടാക്സിൽ കാര്യമായിട്ട് അവർക്ക് ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല, എല്ലാ വർഷവും ഒരു സാലറി റിട്ടേൺ മാത്രം ഫയൽ ചെയ്ത് പോകുന്നു. ആ സാലറി ലഭിക്കുന്ന എമൗണ്ടിൽ നിന്ന് അവരൊരു നിശ്ചിത എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന വർഷങ്ങളിൽ അവിടെ ഒരു ഇൻകം ജനറേറ്റ് ആവാത്തത് കൊണ്ട് നമുക്ക് അതിൽ ഇൻകം ടാക്സ് ലയബിലിറ്റി വരുന്നില്ല. അതേസമയം ഏത് വർഷമാണോ നമ്മൾ ആ മ്യൂച്വൽ ഫണ്ട് റിഡീം ചെയ്യുന്ന വർഷം നമ്മൾ റിഡീം ചെയ്യുന്ന ഷെയർസ് ആണോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആണോ എന്നതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് എത്ര രൂപ നമുക്ക് അതിനകത്ത് ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ടുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വർഷം നമ്മൾ നിർബന്ധമായിട്ടും അതിന് ടാക്സ് അടയ്ക്കേണ്ടതാണ്. അപ്പൊ ഇത്തരം കേസിൽ സംഭവിക്കാറ് പല വർഷങ്ങളായിട്ട് നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള ഇൻകം നമ്മൾ റിഡീം ചെയ്യുന്ന വർഷമാണ് നമുക്ക് അതിന്റെ ടാക്സിബിലിറ്റി വരുന്നത്. അപ്പൊ ആ വർഷം മാത്രമായിട്ട് നമ്മൾ ഒരുപാട് എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ട ഒരു റിക്വയർമെന്റ് വന്നേക്കാം. ഇതിനെ നമുക്ക് ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക ടാക്സ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്, ലീഗൽ മെത്തേഡ് തന്നെയാണ്. അതായത് ഓരോ വർഷവും നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഷെയർസിന്റെ കേസിലാണെങ്കിൽ 1.25 ലക്ഷം രൂപ വരെയുള്ള ബേസിക് ആയിട്ടുള്ള അതായത് ഫസ്റ്റ് 1.25 ലാക്സ് നമുക്ക് എല്ലാ വർഷവും എക്സംഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഒറ്റ വർഷമാണ് എല്ലാം കൂടി ഒരുമിച്ച് വെക്കുന്നെങ്കിൽ ആ വർഷം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് 2.25 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം ലാഭം കിട്ടുകയാണെങ്കിൽ ഒരു 1.25 എന്ന് ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ടിന്റെ മുകളിൽ മുഴുവൻ നമ്മൾ 12.5% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അതേസമയം നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ
പല വർഷങ്ങളിലായിട്ട് മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്ത് ഈ 1.25 ലാക്സ് ഗെയിൻ വരുന്ന രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്ത് ആ സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേറ്റിൽ നമുക്ക് അത്രയും തന്നെ ഫണ്ട് തിരിച്ച് പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്ത് പോകുമ്പോൾ എല്ലാ വർഷവും നമുക്കൊരു 1.25 ലാക്സിന്റെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ബെനിഫിറ്റ് എടുത്തു പോകാൻ പറ്റും എന്നുള്ളതാണ് ടാക്സ് ഹാർവെസ്റ്റിംഗ് മെത്തേഡ്. അപ്പൊ അത്തരം മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻ നമുക്കൊരു പരിധി വരെ നമുക്ക് മാനേജബിൾ ആക്കി നിർത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞു, സാധാരണഗതിയിൽ നമ്മുടെ വീടും സ്ഥലവും വിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്ന സമയത്തോ നമുക്ക് ചില പോക്കറ്റ്സിൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് 5 വർഷം 6 വർഷമൊക്കെ കാലയളവിലേക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഇൻകം ടാക്സ് നമുക്ക് അവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിനിൽ വരുന്ന ഇൻകം ടാക്സിന്റെ എഫക്റ്റിനെ നമുക്കൊരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ അത് കുറച്ചുകൊണ്ട് വരാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്രയാണ് നമുക്ക് വരുന്ന ജനറൽ ആയിട്ട് നമുക്ക് വരുന്ന ഇൻകം ഹെഡുകൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു റിട്ടേൺ ഫയലിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോവുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ട പ്രീ റിക്വസൈറ്റ്സ് എന്ന് പറയുന്നത്, ഏറ്റവും ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഒരു 4-5 വർഷത്തിനുള്ളിൽ എടുത്തിട്ടുള്ള പാൻ കാർഡുകളാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിപ്പാർട്ട്മെന്റ് ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് പാൻ കാർഡ് തന്നിട്ടുണ്ടാവാം. അതേസമയം ഒരുപാട് വർഷം മുൻപ് നമ്മുടെ ഇൻഡിവിജ്വൽ പേരുകളിൽ എടുത്തിട്ടുള്ള പാൻ കാർഡുകളാണെങ്കിൽ ഈ ഇടക്കാലത്തൊന്നും നമ്മൾ റിട്ടേൺ ഫയലിംഗ് പോലെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത്തരം പാൻ കാർഡുകൾ നിലവിൽ ഡീആക്ടിവേറ്റഡ് സ്റ്റാറ്റസിലായിരിക്കും കിടക്കുന്നുണ്ടാവാം. 1000 രൂപ ലേറ്റ് ഫീസ് അടച്ചുകൊണ്ട് നമുക്ക് ആ പാൻ കാർഡുകൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്യാൻ വേണം. അതുപോലെ മൾട്ടിപ്പിൾ പാൻ കാർഡ് ഉള്ളവർക്ക് അതിനകത്ത് ഒരു പാൻ കാർഡ് മാത്രമേ ലീഗലി ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റ് പാൻ കാർഡുകൾ അവർ സറണ്ടർ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഒരു ആധാർ കാർഡായിട്ട് ബന്ധപ്പെട്ട് ഒരു പാൻ കാർഡ് മാത്രമേ നമുക്ക് സീഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലായിട്ട് മൾട്ടിപ്പിൾ പാനുകൾ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആധാർ സീഡിങ് പാൻ കാർഡിന് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് ബന്ധപ്പെടുത്താത്ത എല്ലാ പാൻ കാർഡുകളും നിലവിൽ ഇനാക്റ്റീവ് ആണ്. ആക്ടിവേറ്റ് അത് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്കത് ആക്ടിവേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് നമുക്ക് വേണ്ട ഫസ്റ്റ് റിക്വസൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സാലറിഡ് ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഫോം 16 അവരുടെ എംപ്ലോയർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മുതലായ കാര്യങ്ങളാണ് ജനറലി അവരുടെ കയ്യിൽ വേണ്ടത്. ഇതോടൊപ്പം തന്നെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 ഡോക്യുമെന്റുകളാണ് ഫോം 26IS ഫോം TIS എന്നും പറയുന്നത്, ടാക്സ് ഇൻഫർമേഷൻ സമ്മറി എന്നും പറയുന്നത്. ഈ 2 ഫോമുകളിലായിട്ടാണ് ഗവൺമെന്റിന്റെ കയ്യിൽ നമ്മളുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിൽ ഓൾറെഡി സബ്മിറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ വിട്ടു പോകാറുള്ള കാര്യമാണ് സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓൾഡ് റെജീമിൽ 10,000 രൂപ വരെയുള്ള സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് എക്സംപ്റ്റ് ആയിരുന്നു. അപ്പൊ സാധാരണ ഒരാളെ സംബന്ധിച്ച് 10,000 രൂപയുടെ ഉള്ളിലുള്ള സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് ആൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഇൻകം അവരുടെ ഇൻകം ടാക്സ് റിട്ടേണിനോ അല്ലെങ്കിൽ ടാക്സ് പേയ്മെന്റിനോ ഒന്നും ബാധിച്ചിരുന്നില്ല. അതേസമയം ന്യൂ റെജീമിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള എക്സംഷൻ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്കൊരു 100 രൂപ ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ തന്നെ ഓൾറെഡി നമ്മൾ 12 ലക്ഷം രൂപ ക്രോസ് ചെയ്ത് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ 100 രൂപയുടെ മുകളിൽ വരെ നമുക്ക് ഇൻകം ടാക്സ് നിശ്ചയമായിട്ടും പേ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് ഡീറ്റെയിൽസ്, FD ഇൻട്രസ്റ്റ് നമുക്ക് വിവിധ സോഴ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രൊഫഷണൽ റെസീപ്റ്റ്സ് ആയിക്കോട്ടെ, കോൺട്രാക്ട് റെസീപ്റ്റ്സ് ആയിക്കോട്ടെ, കമ്മീഷൻ റെസീപ്റ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിന്റെ റെസീപ്റ്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റ് പോർട്ടലിലേക്ക് അതാത് ബാങ്കുകളോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസോ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് ഓഫീസ് ആവട്ടെ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. ഇത്തരം ഡീറ്റെയിൽസ് നമുക്ക് വ്യൂ ചെയ്യുന്നതിന് വേണ്ടി കാണിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് 26IS TIS എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വന്നിട്ടുള്ള ഇൻകംസ് ഒരു കാരണവശാലും നമ്മൾ റിട്ടേൺ ഫയലിംഗിൽ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇമെയിൽ വരികയും ആ കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച് നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ്. അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നോർമലി അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് അവരുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അതേസമയം ഒരു കാറ്റഗറി ഓഫ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നിന്ന് ഗവൺമെന്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്നത് അവരുടെ ടോട്ടൽ ഗ്രോസ് റെസീപ്റ്റ്സിന്റെ ഒരു നിശ്ചിത ശതമാനം അവർ ഇൻകം ആയിട്ട് ഓഫർ ചെയ്യുകയാണെങ്കിൽ, അത് പ്രൊഫഷണൽസ് സംബന്ധിച്ച് ടോട്ടൽ റെസീപ്റ്റ്സിന്റെ 50%, ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ടോട്ടൽ റെസീപ്റ്റ്സിന്റെ 8% വരുന്നത്. ഇതിൽ തന്നെ കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ട്. ഗവൺമെന്റ് ഡിജിറ്റൽ എക്കോണമി വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റലി റിസീവ് ചെയ്തിട്ടുള്ള പൈസ ആണെങ്കിൽ നമുക്ക് അതിൽ 6% മാത്രം നമ്മൾ ഇൻകം ആയിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി. ഇതിന്റെ ത്രഷോൾഡ് എന്ന് പറയുന്നത് ഒരു വർഷം 2 കോടിയോ 2 കോടി ബിസിനസ് ഇൻകം അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വരെ പ്രൊഫഷണൽ റെസീപ്റ്റ്സ് കിട്ടുന്നവർക്കാണ് ഉപയോഗിക്കാൻ പറ്റുക. അവിടെ അഗെയിൻ ഡിജിറ്റൽ ഇക്കോണമിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 95%ഓളം ടോട്ടൽ കളക്ഷൻ വരുന്നത് ഇലക്ട്രോണിക് മെത്തേഡ്സിലൂടെ ആണെങ്കിൽ, നോൺ ക്യാഷ് മെത്തേഡ്സിലൂടെ ആണെങ്കിൽ ഈ ലിമിറ്റ് 50 ലക്ഷത്തിൽ നിന്ന് 75 ലക്ഷമായിട്ടും 2 കോടിയിൽ നിന്ന് 3 കോടിയായിട്ടും എൻഹാൻസ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് അവരുടെ ഫുൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ തന്നെ അവർക്ക് ടോട്ടൽ വരുന്ന സെയിൽസിന്റെ ഡീറ്റെയിൽസ് മാത്രം വെച്ചുകൊണ്ട് അതിന്റെ നിശ്ചിത ശതമാനം അവർക്ക് പ്രോഫിറ്റിലേക്ക് ടാക്സ് ആയിട്ട് ഓഫർ ചെയ്യാനായിട്ട് പറ്റും, ഇൻകം ആയിട്ട് ഓഫർ ചെയ്യാൻ പറ്റും. ആ ഇൻകത്തിന് മുകളിൽ മാത്രം അവർ ടാക്സ് പേ ചെയ്താൽ മതി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. ഇനി സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടെർമിനോളജിയാണ് ITR 1, 2, 3, 4, 5, 6, 7 എന്നൊക്കെ ഉള്ളത്. അത് ടോട്ടൽ ITR 1 മുതൽ ITR 7 വരെയാണ് നമുക്കുള്ളത്. ആർക്കൊക്കെയാണ് ITR, ഏതൊക്കെ നമ്പർ ഓഫ് ITR ആണ് ഫയൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം. സാലറീഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ സാലറി ഇൻകം, അതേപോലെ തന്നെ 2 വീടുകളുടെ റെന്റൽ ഇൻകം മാത്രം ലഭിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അതൊരു വീട് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടുള്ള വീടായിരിക്കും, ഒരു വീട് റെന്റിന് കൊടുത്തിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ 2 വീടുകളും സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടുള്ള വീടുകളായിരിക്കും. അതേപോലെ തന്നെ ബാങ്ക് എന്നുള്ള നോർമൽ ഇൻട്രസ്റ്റ്, അതായത് ഒരു ബിസിനസ് ഒന്നും ചെയ്യാത്ത ഒരു നോൺ ബിസിനസ് ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അവർ റെസിഡന്റും കൂടി ആണെങ്കിൽ അവർക്ക് ITR 1 ഓപ്റ്റ് ചെയ്തിട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തിനാണ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഫോമുകൾ കൊണ്ടുവന്നിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻപെല്ലാം ഒറ്റ ഫോം ആണെങ്കിൽ നമ്മൾ ആ ഫോമിന്റെ ലെങ്ത് തന്നെ ഒരുപാട് കൂടുതലായിരിക്കും. ഇപ്പൊ നമ്മളെ ഒരു മദർ ഫോം എന്ന് വിളിക്കാറ് ITR 3 ആണ്. ITR 3 നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ എല്ലാ ടൈപ്പ് ഓഫ് ഇൻകം ഉള്ള ആളുകൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ITR 3 ആണ്. ITR 3 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 95 to 100 പേജസ് ലെങ്ത് വരുന്ന ഒരു ഫോമാണ് ITR 3 എന്ന് പറയുന്നത്. പക്ഷെ ഒരു നോർമൽ സാലറി ഇൻകം ഉള്ള ഒരാളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് ഇൻകം മാത്രമുള്ള ഒരാളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ റെന്റൽ ഇൻകം ഒരു 1-2 പ്രോപ്പർട്ടിന് മാത്രമുള്ള ആളെ സംബന്ധിച്ച് 90 പേജുള്ള ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആണ് ചില കാറ്റഗറി ആളുകൾക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഫോം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമാണ് ITR 1 എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും റെസിഡന്റ് ആയിട്ടുള്ള ആളുകൾക്കും അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ ബിസിനസ് ഇൻകമോ ഇല്ലാത്ത മറ്റ് ആളുകൾക്കുമാണ് ഈ ITR 1 എന്നുള്ള ഫോം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിൽ തന്നെ NRI ആയിട്ടുള്ള ആളുകൾ, ക്യാപിറ്റൽ ഗെയിൻ കൂടെ ഉള്ള ആളുകൾക്കാണ് ITR 2 ഉപയോഗിക്കാൻ പറ്റും. നമ്മളൊരു സാലറിഡ് ആയിട്ടുള്ള എംപ്ലോയി ആണ്, നമുക്ക് തന്നെ ഓൾറെഡി ഷെയർ ട്രാൻസാക്ഷൻസ് നമുക്കുണ്ട്, ഷെയർ മാർക്കറ്റ് ഓപ്പറേഷൻസ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ITR 2 ആണ് ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് മിനിമം ഇൻകം ഉള്ളൂ, പക്ഷെ ഞാൻ NRI ആണ്, റെസിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ ITR 2 ആണ് ചൂസ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ ക്ലാസിഫിക്കേഷൻസും ഒരുമിച്ച് വന്നാൽ മാത്രമാണ് ITR 1 നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ ഒരു കണ്ടീഷനും കൂടെ ഇപ്രാവശ്യം ഗവൺമെന്റ് ആഡ് ചെയ്ത്, കഴിഞ്ഞ വർഷം അത് ഉണ്ടായിരുന്നു, ആഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് പല ആളുകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട് റിഡംഷൻസ് ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ F&O ട്രാൻസാക്ഷൻസ് അല്ലാതെ ഷെയർ മാർക്കറ്റിൽ നോർമലി ഒരു ലോങ് ടേം ഡെലിവറി ബേസിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കെല്ലാം കുറച്ച് ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നുണ്ടായിരിക്കും. അതിൽ തന്നെ 1.25 lakhs വരെയുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ എക്സംപ്റ്റ് ആയിട്ടുള്ള ഇൻകം മാത്രം റിപ്പോർട്ട് ചെയ്യാനുള്ളവർക്കും കൂടെ ITR 1 ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഗവൺമെന്റ് കഴിഞ്ഞ വർഷം മുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരൊറ്റ കാരണം കൊണ്ട് ITR 2 പോകേണ്ടതില്ല, ആ ക്യാപിറ്റൽ ഗെയിൻ കൂടെ നമുക്ക് ITR 1 തന്നെ ഫയൽ ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ നോൺ ബിസിനസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസും ITR 2 ആണ് ഫയൽ ചെയ്യേണ്ടത്. അപ്പൊ ബിസിനസ് ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നോക്കേണ്ടത് ITR 1 ആണോ ITR 2 ആണോ എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആക്ടിവിറ്റീസിലും പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ, PGBP എന്നാണ് നമ്മൾ ടെക്നിക്കലി നമ്മൾ അതിനെ വിളിക്കുക. അത്തരം പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്കുള്ള 2 ഓപ്ഷനാണ് ITR 3 ആൻഡ് ITR 4. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിസംപ്റ്റീവ് ബേസിസിൽ ഇൻകം റിപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ITR 4 ചൂസ് ചെയ്യാം. അതല്ല നോർമൽ ബിസിനസ്, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ITR 3 ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി ITR 5, 6, 7 ഉണ്ട്. 5 ഉപയോഗിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ഫേംസിന്റെ ഫയലിങ്ങിനും, 6 ഉപയോഗിക്കുന്നത് കമ്പനീസിന്റെ ഫയലിങ്ങിനും, 7 ഉപയോഗിക്കുന്നത് വേണ്ടിയിട്ടാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെയുള്ള സൊസൈറ്റി പോലെയുള്ള കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ITR 7 നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ITR 1 മുതൽ ITR 7 വരെയുള്ള 7 കാറ്റഗറി ഓഫ് ITR ആണ് നമുക്ക് ഫയലിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ആ ഒരു ബേസിക്സിന്റെ സെഷൻ ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. ഇനി നമ്മൾ പോകുന്നത് നമുക്ക് ഉണ്ടായേക്കാവുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സും അതേപോലെ നമ്മുടെ ഡെഡ് ലൈൻസിന്റെ, പിന്നെ നമുക്കൊരു ഷോർട്ട് Q&A സെഷനിലേക്കുമാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ബേർഡ്സ് ഐ വ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് യെസ് കമന്റ് ചെയ്ത് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. നിങ്ങളെല്ലാവരും ഇത്രയും സമയം എൻ്റെ കൂടെ ഉള്ളതിൽ വളരെയധികം നന്ദി. നമ്മൾ അടുത്ത് കവർ ചെയ്യാൻ പോകുന്നത് സാധാരണഗതിയിൽ നമ്മൾ ITR ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായേക്കാവുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് ആണ്. അതിൽ നമ്പർ 1 കോമൺ മിസ്റ്റേക്ക് ആണ്, അതൊരു മിസ്റ്റേക്ക് ആണെന്ന് തന്നെ പറയാൻ പറ്റില്ല, അത് വിൽഫുള്ളി ചെയ്യുന്ന പല ആളുകളും ഉണ്ട്. നമ്മൾ ബോഗസ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ITR എന്ന് പറയുന്ന ഫോം, ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഫോം ഗവൺമെന്റിനെ സംബന്ധിച്ച് സിറ്റിസൺസിന്റെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് സെൽഫ് ഡിക്ലറേഷൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഫോമാണ് ITR എന്ന് പറയുന്നത്. അൺലെസ് ആൻഡ് അതർവൈസ് കുറച്ച്
ITR ഫോമുകളുണ്ട്. അത് ITR റിട്ടേണും ITR ഫോമും രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ITR ഫോം എന്ന് പറയുന്നത് ചില സ്പെസിഫിക് ആയിട്ടുള്ള ഡിഡക്ഷൻസോ റിബേറ്റോ ഡിസ്കൗണ്ട്സോ റിലീഫ് എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയൽ ചെയ്യുന്നതിനാണ് ITR ഫോം നമ്മൾ പറയാം. ITR ഫോംസിൽ അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. അതേസമയം നമ്മൾ ഫയൽ ചെയ്യുന്ന ITR 1 മുതൽ ITR 7 വരെയുള്ള ITR റിട്ടേൺസിൽ ഒന്നിലും നമുക്കൊന്നും അറ്റാച്ച് ചെയ്യാനായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഡക്ട് ചെയ്യുന്ന എമൗണ്ടുകളും അതിന്റെ ഡീറ്റെയിൽസും നമ്മൾ ഏത് എംപ്ലോയറുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഡിഡക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഏത് സർവീസ് പ്രൊവൈഡറുടെ ആണോ നമ്മൾ ഇപ്പോൾ ഒരു ഇൻഷുറൻസ് ഉപയോഗിച്ചിട്ടുള്ളത്, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക എന്നല്ലാതെ നമുക്ക് ഒരു തരത്തിലുള്ള ഡോക്യുമെന്റ്സും നമ്മൾ ഈ ITRന്റെ കൂടെ ഒന്നും നമ്മൾ അറ്റാച്ച് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബോഗസ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ റെന്റ് കൊടുത്തു എന്നും അല്ലെങ്കിൽ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്തെന്നും ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നെല്ലാം പറഞ്ഞ് അതിൽ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയെന്നെല്ലാം പറഞ്ഞ് വളരെ ബോഗസ് ആയിട്ട് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷെ ഗവൺമെന്റ് തലത്തിൽ ഇപ്പൊ അത്തരം ഡിഡക്ഷൻസിനെല്ലാം മോണിറ്റർ ചെയ്ത് സിസ്റ്റം ഡ്രോൺ ആയിട്ട് തന്നെ അതിൽ അബ്നോർമാലിറ്റീസ് ഫീൽ ചെയ്യുന്ന റിട്ടേൺസിലെല്ലാം നമുക്ക് നോട്ടീസും കാര്യങ്ങളെല്ലാം വരാറുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ജെനുവിൻ അല്ലാത്ത ഒരു റിട്ടേൺ അല്ലെങ്കിൽ ജെനുവിൻ അല്ലാത്ത ഒരു ഡിഡക്ഷൻ നമ്മൾ ഒരിക്കലും റിട്ടേൺസിൽ ഫയൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതേപോലെ അത് റെന്റ് കൊടുക്കുന്നതാവാം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എക്സംഷൻസും ആയിരിക്കാം. അതേപോലെ തന്നെ മറ്റൊരു കോമൺ മിസ്റ്റേക്ക് ആണ് ഡീംഡ് റെന്റ് ഉൾപ്പെടുത്താതിരിക്കുക എന്നുള്ളത്. നമുക്ക് രണ്ട് വീട് വരെയാണ് ഒരു വ്യക്തിക്ക് ഇൻഡിവിജ്വൽ ഹൗസ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരു വ്യക്തിക്ക് രണ്ടിൽ കൂടുതൽ വീടുകൾ ഉണ്ടെങ്കിൽ ആ മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ വീടുകളിൽ നിന്നുള്ള റെന്റൽ ഇൻകം ഡീംഡ് ആയിട്ട് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. സ്വാഭാവികമായിട്ട് അത് സാധാരണഗതിയിൽ വിട്ടുപോകാറുള്ള ഒരു പ്രൊവിഷനാണ്. അതേപോലെ തന്നെ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിലോ അല്ലെങ്കിൽ പാരന്റ്സ് ആൻഡ് മൈനർ ചൈൽഡിന്റെ ഇടയിലോ ഒരു പ്രത്യേക കൺസിഡറേഷനോ ഒന്നും ഇല്ലാതെ ഇൻകം ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മളൊരു ട്രാൻസ്ഫർ നടത്തി ആ ട്രാൻസ്ഫറിൽ ആ മൈനർ ചൈൽഡിനോ അല്ലെങ്കിൽ വൈഫിനോ ഹസ്ബൻഡിനോ കിട്ടുന്ന ഇൻകം എത്രയാണോ അത് ഒറിജിനൽ ട്രാൻസ്ഫറുടെ കയ്യിലാണ് അത് ക്ലബ് ചെയ്ത് പോവാം. അപ്പൊ അതിനാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്നൊരു പ്രൊവിഷൻ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു TIS-ലും IAS-ലും വരുന്ന ഇൻകംസ് മിസ് ചെയ്ത് പോവാം. നമ്മൾ ഇൻട്രസ്റ്റ് ഇൻകം, സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, FD ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ റിട്ടേണിൽ കാണിക്കാതിരിക്കുക എന്നുള്ളതും കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കുകളാണ്. അതേപോലെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുക എന്നുള്ളത് കോമൺ മിസ്റ്റേക്ക് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു 4 ലക്ഷം രൂപയിൽ കൂടുതൽ ന്യൂ റെജീം അനുസരിച്ച് ഗ്രോസ് ടോട്ടൽ ഇൻകം എല്ലാവരും നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. ഇതിൽ തന്നെ ക്യാപിറ്റൽ ഗെയിൻ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടുത്തെ എക്സംഷൻ ലിമിറ്റും ടാക്സ് റേറ്റ് എല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ നോർമൽ ഇൻകത്തിന്റെ കാര്യം 4 ലക്ഷം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന ആളുകൾ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ടാക്സ് പേ ചെയ്യേണ്ട റിക്വയർമെന്റ് ഇല്ലെങ്കിൽ പോലും റിട്ടേൺ ഫയൽ ചെയ്യാൻ നിർബന്ധിതരാണ്. പക്ഷെ അത് ഒഴിവായി പോകുന്നത് ഒരു കോമൺ മിസ്റ്റേക്ക് തന്നെയാണ്. അതേപോലെ തന്നെ ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്യുന്നതും നേരത്തെ ഫയൽ ചെയ്യുന്നതും. ഞാൻ നേരത്തെ ഫയൽ ചെയ്യുന്നത് പറയാൻ കാരണം നമ്മളിപ്പം അടുത്ത നമ്മളുടെ ഒരു ഷോർട്ട് സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെഡ് ലൈനുകളാണ്. അപ്പൊ ഡെഡ് ലൈനുകളിലേക്ക് പോകുമ്പോൾ ജൂലൈ 31 ആണ് നമ്മളുടെ ഫസ്റ്റ് ഡെഡ് ലൈൻ വരുന്നത്. ജൂലൈ 31 മുന്നേ ഇപ്പോഴേ നമുക്ക് IT റിട്ടേൺസ് ഒരു 18-ാം തീയതി മുതൽ IT റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് ഓൾറെഡി ഓപ്പൺ ആണ്. പക്ഷെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ജൂൺ 15 വരെ വെയിറ്റ് ചെയ്യാനാണ് നമ്മൾ എല്ലാവരുടെ അടുത്തും പറയുന്നത്. അതിന് റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ബാങ്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്, എംപ്ലോയേഴ്സ് ഇവർക്കൊക്കെ ഇവരുടെ TDS റിട്ടേൺസും സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ എല്ലാ അക്കൗണ്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് ഇത്തരത്തിലുള്ള ഫോമുകൾ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയ് 31 വരെ സമയമുണ്ട്. അപ്പൊ അവർ ഫയൽ ചെയ്യുന്നതിന്റെ റിഫ്ലക്ഷൻ ആണ്. ഇപ്പൊ ബാങ്കിൽ നിന്ന് ഫയൽ ചെയ്യുന്ന സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മുടെ 26 അല്ലെങ്കിൽ നമ്മുടെ TIS-ലോ കാണിക്കുന്നത്. അപ്പൊ ബാങ്കിന് അത് 31 വരെ ഫയൽ ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ അവർ ഫയൽ ചെയ്തോ ഇല്ലേ നമുക്ക് ഉറപ്പ് ഉണ്ടാവില്ല. അപ്പൊ അവർ ഫയൽ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ ആയിക്കോട്ടെ, നമ്മുടെ TDS കട്ട് ചെയ്തു, എംപ്ലോയർ ഈ TDS റിട്ടേൺ ഫയൽ ചെയ്യാൻ അവർക്ക് മെയ് 31 വരെ ഡേറ്റ് ഉണ്ട്. അപ്പൊ അത് ഫയൽ ചെയ്ത് നമ്മുടെ TIS-ലും 26 ഇത് റിഫ്ലക്ട് ചെയ്യുന്നതിന് ഓൾമോസ്റ്റ് ഒരു 15 ഡേയ്സ് കൂടെ ടൈം എടുക്കും. അപ്പൊ ജൂൺ 15 മുന്നേ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ എല്ലാ ഇൻകം, അതായത് നോർമലി 26-ലോ TIS-ലോ വരേണ്ട ഇൻകം പോലും ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതിന് മുന്നേ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോസസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇൻകം നമ്മൾ സപ്രസ് ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കേസിൽ നമ്മൾ വീണ്ടും റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. അപ്പൊ ജൂൺ 15 വരെ വെയിറ്റ് ചെയ്ത് ജൂൺ 15 നമ്മൾ ഫയലിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് നോർമലി നമ്മൾ നമ്മുടെ ക്ലയൻസിന്റെ അടുത്തെല്ലാം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്യാന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡെഡ് ലൈൻസ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ ബിസിനസ് ഉള്ള ഇൻഡിവിജ്വൽസ് അവരുടെ വർഷങ്ങളായിട്ടുള്ള അവരുടെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജൂലൈ 31 ഈ വർഷം അങ്ങനെ തന്നെയാണ്. ITR 1 and 2 ഫയൽ ചെയ്യേണ്ട ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജൂലൈ 31 ആണ്. ബിസിനസ് ഇൻകം റിപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് നമ്മൾ പറഞ്ഞു ITR 3 and 4 ആണ് അവർ ഫയൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അവർക്ക് ഈ വർഷം മുതൽ ഒരു മാസം കൂടെ എക്സ്റ്റൻഷൻ ഉണ്ട്. ഓഗസ്റ്റ് 31 ആണ് അവരുടെ ഡെഡ് ലൈൻ വരുന്നത്. ഇനി
ടാക്സ് ഓഡിറ്റ്, അതായത് 1 crore rupees മുകളിൽ ടേൺ ഓവർ ഉള്ള അല്ലെങ്കിൽ 50 lakhs മുകളിൽ പ്രൊഫഷണൽ ഇൻകം ഉള്ള ടാക്സ് ഓഡിറ്റ് ഉള്ള കേസസ് ഉള്ള ക്ലയൻസ് ഉണ്ടായിരിക്കും. അത്തരം ആളുകൾക്ക് ഒരു ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് സെപ്റ്റംബർ 30th അവർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് October 31st അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ടാക്സ് ഓഡിറ്റ് ഉള്ള പാർട്ട്ണർഷിപ്പ് ഫേംസിന്റെ അല്ലെങ്കിൽ LLPs പാർട്ട്നേഴ്സ് ആയിട്ടുള്ളവരുടെ ഇൻഡിവിജ്വൽ റിട്ടേണും ഈ October 31st ഫയൽ ചെയ്യേണ്ടത്. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഉള്ള ഫോം 3CEB ഫയൽ ചെയ്യാൻ റിക്വയർമെന്റ് ഉള്ള കമ്പനീസിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് November 30th. ഇത്രയാണ് നോർമലി നമ്മുടെ ടാക്സ് റിട്ടേൺ ഫയലിംഗിന്റെ ഡെഡ് ലൈനുകൾ വരുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങൾ കൂടിയാണ്. ഒന്ന്, നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരിക്കലും വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, അറ്റ്ലീസ്റ്റ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് 30 days നമ്മൾ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആധാർ മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതോ, ബിസിനസ്സുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുന്ന വെരിഫിക്കേഷൻ എന്ന് പറയും. ഈ വെരിഫിക്കേഷൻ നമ്മൾ വിത്തിൻ 30 days ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫയൽ ചെയ്ത് റിട്ടേൺ തന്നെ ഇൻവാലിഡ് ആയി പോകും. അപ്പൊ നമ്മൾ എത്ര നേരത്തെ റിട്ടേൺ ഫയൽ ചെയ്താലും നമ്മൾ വെരിഫിക്കേഷൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളത് ഇൻവാലിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് വെരിഫിക്കേഷൻ ചെയ്ത് വെരിഫൈഡ് സ്റ്റാറ്റസിലുള്ള ITR-V അതിന്റെ റെസീറ്റ് എടുക്കുന്നതിനായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഇൻവാലിഡ് ആയിരിക്കും. അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ്, സപ്പോസ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു പക്ഷെ തെറ്റിപ്പോയി, പിന്നെ നമുക്ക് എന്താണ് ഓപ്ഷൻ എന്നുള്ളതാണ്. ഇപ്പൊ റിവൈസ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മുടെ റിട്ടേൺ ഫയലിംഗിലുണ്ട്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ റിട്ടേൺ ഫയൽ ചെയ്തു, അതേസമയം അതിനകത്ത് നമ്മൾ ബോധപൂർവം അല്ലാത്ത എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് March 31st വരെ നമുക്ക് സമയമുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് വിത്തിൻ ഡ്യൂ ഡേറ്റ് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റിയില്ല, അത്തരം കേസിൽ നമുക്ക് March 31st വരെ ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ബിലേറ്റഡ് റിട്ടേണിലേക്ക് പോകുമ്പോൾ നമുക്ക് പെനാൽറ്റി ഇൻക്രീസ് ചെയ്ത് വരും. നമ്മൾ സെൽഫ് അസസ്മെന്റ് ടാക്സ് ആയിട്ട് എന്തെങ്കിലും എമൗണ്ട് അടയ്ക്കാനുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് നമുക്ക് വരും. അതേപോലെ തന്നെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ലോസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ക്യാരി ഫോർവേഡിന് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ വിത്തിൻ ഡ്യൂ ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാം. ബൈ എനി ചാൻസ് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്ന March 31st വരെയുള്ള ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ വിത്തിൻ ഡ്യൂ ഡേറ്റ് നമ്മൾ ഫയൽ ചെയ്ത റിട്ടേൺ പിന്നീട് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് റിവൈസ് ചെയ്യണമെങ്കിലും നമുക്ക് March 31st വരെയുള്ള ഓപ്ഷൻ ഉണ്ട്. അത് March 31st വരെ ഇപ്പൊ ഈ വർഷം മുതലാണ് ആക്കിയത്. കഴിഞ്ഞ വർഷം വരെ ഇതിന് രണ്ടിന്റെയും ഡെഡ് ലൈൻ December 31st ആയിരുന്നു. ഈ വർഷം 3 മാസം കൂടെ നമുക്ക് എക്സ്റ്റൻഷൻ അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന ലിമിറ്റിനുള്ളിൽ തന്നെ നമ്മളത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഇനി വേറൊരു ചോദ്യമാണ്, നമുക്ക് കഴിഞ്ഞ വർഷങ്ങൾ റിട്ടേൺ, നമ്മൾ പറഞ്ഞു March 31st വരെയാണ് ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ചിലപ്പോൾ മുൻ വർഷങ്ങൾ റിട്ടേൺ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ റിവൈസ് ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ മുൻ വർഷങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവാം, അതിപ്പോൾ ഫയൽ ചെയ്യേണ്ട ആവശ്യം വരാം. അതും അല്ലെങ്കിൽ നമ്മൾ സാധാരണ റിട്ടേൺ ഫയൽ ചെയ്യാറില്ല, പക്ഷെ ഇപ്പൊ നമ്മളൊരു ഫോറിൻ ട്രാവലിനോട് വിസയ്ക്ക് അപ്ലൈ ചെയ്തു, അവർ 2 വർഷത്തെ ITR ചോദിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു ബാങ്ക് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു, അവർ 2 വർഷത്തെ റിട്ടേൺ നമുക്ക് റിട്ടേൺ പ്രൂഫ് നമ്മളോട് ചോദിച്ചു. അപ്പൊ അത്തരം കേസുകളിലൊക്കെ സബ്ജക്ട് ടു സം കണ്ടീഷൻസ് നമുക്ക് അപ്ഡേറ്റ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. 4 വർഷം വരെയാണ് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഈ പറയുന്ന ലിമിറ്റിനുള്ളിൽ, ഇപ്പൊ മുൻ വർഷത്തെ ആയിക്കോട്ടെ, ഈ വർഷത്തെ അടുത്ത വർഷങ്ങളിലോ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ഈ വർഷമോ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ up to 4 years വരെയുള്ളത് അപ്ഡേറ്റ് റിട്ടേൺ എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ച് അതിനകത്ത് ഇൻട്രസ്റ്റും ലേറ്റ് ഫീസിന്റെ ഒക്കെ ഒരു എൻഹാൻസ്മെന്റ് ഉണ്ടായിരിക്കും. എങ്കിലും നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഓപ്പൺ ആണ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു റിട്ടേൺ ഫയലിംഗ് ഡ്യൂ ഡേറ്റുകൾ എന്ന് പറഞ്ഞു. TDS ഓൾറെഡി നമ്മൾ ഡിസ്കഷനിൽ വന്ന ഒരു പോയിന്റ് ആണ്. മറ്റൊരു പോയിന്റ് ആണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. അഡ്വാൻസ് ടാക്സ് ബേസിക്കലി നമുക്ക് പേ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആവുന്ന ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ടാക്സ് പേയബിൾ ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് TDS ആൻഡ് എനി അതർ TCS എലമെന്റ്സ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു സാലറീഡ് ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് സപ്പോസ് ഒരു 50 lakhs സാലറി ഉണ്ട്, അതിന്റെ പക്ഷേ എത്രയാണ് നമ്മുടെ ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്, അത് മുഴുവനായിട്ടും തന്നെ നമ്മുടെ സാലറിയിൽ നിന്ന് TDS ആയിട്ട് നമ്മുടെ എംപ്ലോയർ ഡിഡക്ട് ചെയ്ത് അടയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നെറ്റ് ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് ആഫ്റ്റർ TDS എന്ന് പറയുന്നത് ഒരിക്കലും 10,000 മുകളിൽ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അൺലെസ് അതർവൈസ് നമുക്ക് എംപ്ലോയറുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാത്ത വേറെ എന്തെങ്കിലും ഇൻകം നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു റിക്വയർമെന്റ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതേസമയം അതല്ലാതെ ഉള്ള ആളുകൾ, നോർമൽ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും, അവർക്ക് നോർമലി TDS റിഡക്ഷൻസും അവരുടെ കസ്റ്റമേഴ്സിന് സൈഡിൽ നിന്ന് വരുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ എംപ്ലോയ്മെന്റ് സ്വിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരൊരിക്കലും ഒരു പക്ഷേ പ്രീവിയസ് എംപ്ലോയറുടെ അടുത്തുള്ള സാലറി നെക്സ്റ്റ് എംപ്ലോയർക്ക് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ 2 എംപ്ലോയേഴ്സും ഫുൾ ബേസിക് എക്സംഷൻ ഡിഡക്ട് ചെയ്തിട്ടായിരിക്കും അവരുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ 2 Form 16 ഒരുമിച്ച് വെക്കുന്ന സമയത്ത്
ഹയർ റേറ്റിൽ നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ട റിക്വയർമെന്റ് വരാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ടാക്സ് 10,000 റുപ്പീസിൽ കൂടുതലാണെങ്കിൽ മാത്രമാണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന പ്രൊവിഷൻ നമുക്ക് വരുന്നത്. അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എവറി ക്വാർട്ടർ ജൂൺ 15th, സെപ്റ്റംബർ 15th, ഡിസംബർ 15th, മാർച്ച് 15th ഇത്തരം ഡേറ്റുകളിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇൻകം ടാക്സ് ലയബിലിറ്റിയുടെ നിശ്ചിത ശതമാനം 15%, 45%, 75% എന്നുള്ള രീതിയിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. ഇൻ കേസ് നമ്മൾ അങ്ങനെ പേ ചെയ്തില്ലെങ്കിൽ ആ ഡിഫറൻസ് എമൗണ്ട് എത്രയാണോ നമ്മൾ പേ ചെയ്യാതിരുന്നത് ആ ഡിഫറൻസ് എമൗണ്ടിന്റെ മുകളിലും കൂടെ നമുക്ക് ഇൻട്രസ്റ്റ് വരും. പക്ഷെ അത് നമ്മുടെ നെറ്റ് ഓഫ് TDS എമൗണ്ട് ആണ് ആ ഇൻട്രസ്റ്റ് കാര്യങ്ങൾക്കെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ ചില ബിസിനസ്സുകൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് കോൺട്രാക്ട് റെസീറ്റ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ചാർജസ് കിട്ടുമ്പോഴോ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരുപാട് നല്ലൊരു എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് TDS ഡിഡക്ട് ചെയ്ത് കിട്ടുന്ന ബിസിനസ്സുകളുണ്ട്. അപ്പൊ അത്തരം ബിസിനസ്സുകൾക്കും ഈ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട റിക്വയർമെന്റ് വരുന്നില്ല. അതേസമയം TDS എലമെന്റ് തീരെ വരാത്ത ആളുകൾക്ക് അവരുടെ ടോട്ടൽ ടാക്സ് പേയ്മെന്റ് 10,000 റുപ്പീസ് എക്സീഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ എവറി ക്വാർട്ടർ അവർ അഡ്വാൻസ് ടാക്സ് പേ ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് റിട്ടേൺ ഫൈനലി ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് നമ്മളൊരു ബേസിക് സെഷനായിട്ട് നമ്മൾ കവർ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ. ആ ഒരു കംപ്ലീറ്റ് മൊഡ്യൂൾ നമ്മളിപ്പോൾ കവർ ചെയ്തു. നമുക്ക് ഓൾറെഡി നമ്മുടെ 8:40 എന്നുള്ള ടൈം കഴിയുകയും ചെയ്തു. എങ്കിലും നമുക്കൊരു 5 to 10 minutes ഒരു Q&A സെഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് കൂടുതൽ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് ചോദിക്കാം. ഒരു 5 to 10 minutes മാക്സിമം നമ്മൾ സ്പെൻഡ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും കേസസ് ആണ് ജനറൽ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ അല്ല, അല്ലെങ്കിൽ ജനറൽ വരാൻ സാധ്യത ഇല്ലാത്തൊരു ക്വറി ആണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് DM-ൽ അയക്കുകയും ചെയ്യും. നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു സിംഗിൾ വേർഡിലെങ്കിലും ഒരു കമന്റ് ഇട്ട് അത് നന്നായിരിക്കും. നമുക്കൊരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ സെഷന് ശേഷം നിങ്ങൾക്കൊരു ടെസ്റ്റിമോണിയൽ ഇമെയിലും വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനകത്തും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൈവറ്റ് മെസ്സേജസോ അല്ലെങ്കിൽ ജനറൽ നിങ്ങളുടെ ഒപ്പീനിയനോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഗുഡ് ഈവനിങ്. ഞാൻ ജയന്തി, ഡോക്ടർ ജയന്തി ഗാസിയാബാദിൽ നിന്നാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കുള്ളൊരു സംശയം എന്താണെന്നുണ്ടെങ്കിൽ ഡൊണേഷൻസ് ഏതെല്ലാം നമുക്ക് ടാക്സ് എക്സംഷൻ കിട്ടുന്ന ഡൊണേഷൻസ് ഉണ്ട്? നമ്മളിപ്പോൾ പേഴ്സണ് ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതോ അത് ഡിഡക്ഷൻ കിട്ടില്ലേ എന്നുള്ളതൊന്നും അറിയണ്ടായിരുന്നു. ഓക്കെ, ഞാൻ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൾഡ് റെജീം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂ റെജീമിൽ അത്തരത്തിൽ ഡിഡക്ഷൻ അവൈലബിൾ അല്ല. ഓക്കെ, ഗുഡ്. ഓൾഡ് റെജീമിൽ നമുക്ക് 3-4 കാറ്റഗറി ആയിട്ടാണ് ഗവൺമെന്റ് തിരിച്ചിരിക്കുന്നത്. ചില ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ഫണ്ടുകൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്, അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്, ഇത്തരത്തിലുള്ള ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡൊണേഷൻ ചെയ്യുന്ന സമയത്ത് ആ മുഴുവൻ എമൗണ്ട്, നമ്മളൊരു 10,000 റുപ്പീസ് ആണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 10,000 റുപ്പീസ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു മൂന്നാമതൊരു കാറ്റഗറി, ഇപ്പൊ നോർമലി ഇപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഫണ്ടുകളിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലാത്തൊരു പക്ഷം ആളുകൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകളിലേക്കായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ ചാരിറ്റബിൾ ട്രസ്റ്റിന് 80G രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അങ്ങനെ 80G രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് നിന്നും 10B എന്ന് പറയുന്ന ഒരു ഫോം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എത്രയാണോ അതുപോലെ തന്നെ 2,000 രൂപയിൽ കൂടുതലാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ നോൺ ക്യാഷ് ഫോമിലായിരിക്കണം നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കണം. അവർക്ക് നമ്മൾ 2,000 രൂപയിൽ കൂടുതലാണെങ്കിൽ നോൺ ക്യാഷ് ഫോമിൽ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ആയിട്ട് നമ്മൾ അത് കൊടുക്കണം. അവരുടെ അടുത്ത് നിന്ന് നമുക്ക് നോർമൽ റെസീറ്റിനൊപ്പം തന്നെ 10B എന്ന് പറയുന്ന ഒരു ഫോമും കൂടെ നമ്മൾ അവരുടെ നിന്ന് കളക്ട് ചെയ്യണം. ഇത്രയും നമ്മൾ ചെയ്താൽ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിന്റെ 50% നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സപ്പോസ് നമ്മളിപ്പോൾ 10,000 റുപ്പീസ് ആണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 5,000 റുപ്പീസ് നമ്മളുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്നാണ് കുറയുക, ഒരിക്കലും ടാക്സ് എന്നല്ല, ടാക്സബിൾ ഇൻകത്തിൽ നിന്നാണ് കുറയുക. നമ്മുടെ സ്ലാബ് റേറ്റ് അനുസരിച്ച് 10-30 എത്ര നമ്മുടെ പെർസെന്റേജ്. ഫോർ എക്സാമ്പിൾ ചെറിയൊരു റിസർവേഷൻ എടുത്തിട്ട് നമ്മളുടെ സെമിനാർ വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. മേ ബി ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെ ഉത്തരം പ്രതീക്ഷിച്ചായിരിക്കും ഒരു പക്ഷേ വെബിനാറിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അതേസമയം നമുക്ക് ഒരുപാട് പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു സെമിനാർ ആയതുകൊണ്ട് നമ്മൾ വൈഡർ ഓഡിയൻസിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ടോപ്പിക് ഒരു വൈഡർ ടോപ്പിക് ആയിരുന്നു. ആ രീതിയിലാണ് നമ്മൾ ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത്തരം ചോദ്യങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും നമ്മുടെ ടെസ്റ്റിമോണിയൽ സെക്ഷനിൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള സിമിലർ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സാലഡ് ഇൻഡിവിജ്വൽസ്, അത്തരത്തിലുള്ള സ്പെസിഫിക് ആയ ടോപ്പിക്സുകളോ അല്ലെങ്കിൽ ജനറൽ ഫിനാൻസ് ആൻഡ് ടാക്സേഷന് ബന്ധപ്പെട്ട മറ്റു ടോപ്പിക്കുകളിലും നമ്മൾ ഇതേപോലത്തെ സെമിനാറുകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലിൽ അതിന് വേണ്ട ലിങ്കുകൾ കിട്ടും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 8 to 8:45 ആ ഒരു ടൈം ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്രയും ടൈമിങ്ങിൽ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സെഷൻസിലെല്ലാം ജോയിൻ ചെയ്യാൻ പറ്റും. വൺസ് അഗൈൻ സെമിനാറിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരോടും ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ ഓർഗനൈസേഴ്സിനോടുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദി ഈ സമയത്ത് പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ ഡൗട്ട്സ് കാര്യങ്ങൾ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു.